വെൽക്കം ടു ദ ഷോ ബി വിത്ത് ബിയേർഡ് മാൻ. ബിയേർഡ് മാൻ്റെ ഷോയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ചെർപ്പുളശ്ശേരി, വല്ലപ്പുഴ, പൊട്ടച്ചിറ, പൊന്മുഖം മലയിലേക്കാണ്. സോ ഇത് എല്ലാവരും ഇവിടെ കുറേ ആളുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഞാനിത് വ്ളോഗ് ചെയ്യാൻ വളരെ വൈകിപ്പോയതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കുറച്ച് ഡിലേ ആണ്, കുറച്ച് ദിവസങ്ങളായിട്ട് വ്ളോഗൊന്നുമില്ല. അപ്പോൾ കുറച്ചധികം ജോലിയുടെ തിരക്ക് കാരണം ഞാൻ ബിസി ആയി പോയതാണ്. റിയലി ഐം സോറി ഓൾ സബ്സ്ക്രൈബർ, എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. സോ ഇന്ന് നമ്മളുള്ളത് പൊന്മുഖം മലയിലാണ്. അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. അതിനുശേഷം നമുക്ക് പൊന്മുഖം മലയുടെ വിശേഷങ്ങൾ അറിയാം. കം ലെറ്റ്സ് ഗോ. തയ്യം താരോ ചെമ്പാട്ട് വീശും മുമ്പേ തയ്യം താരോ ചെമ്പാവും പാടത്ത ചാത്തനും നേലിയും തമ്പ്രാമ്പടി കച്ചനെ തയ്യം താരോ തകതാരതാരോ തകതാരതാരോ തകതാര തകദിമിതാര തകദിമിതാര തകദിമിദോം തകതാര തകദിമിതാര തകദിമിതാര തകദിമിദോം തകതാര തകദിമിതാര തകദിമിതാര തകദിമിദോം തകതാര തകദിമിതാര തകദിമിതാര തകദിമിദോം. തകതാര തകദിമിതാര തകദിമിതാര തകദിമിദോം തകതാര തകദിമിതാര തകദിമിതാര തകദിമിദോം തകതാര. മലയുടെ മുകളിലെത്തി. നല്ല മഞ്ഞ് കോടങ്ങ് നിറഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. നാലുപുറം ഫുള്ള് മഞ്ഞിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ. ഇനി ഇത് കഴിഞ്ഞിട്ട് ജലദോഷം വരുമെന്ന് മാത്രമേ. കാണാൻ കഴിയുന്ന വെച്ചാൽ ശരിക്കും ഒരു നമ്മൾ ടൂർ പോകുന്ന സമയത്ത് ഊട്ടി, കൊടൈക്കനാൽ അതുപോലത്തെ സ്ഥലങ്ങളിൽ കാണുന്ന പോലെയാണ് ഇവിടെ. ഇന്നിപ്പോൾ ഈ മഴ പെയ്യ കാരണം കുറച്ച് മഞ്ഞ് കുറവാണ്. പക്ഷെ സാധാരണ ദിവസങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകളും വാഹനങ്ങളും ഇതിനകത്ത് കാഴ്ചക്കാരായി വരികയും അതുപോലെ തന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിളവറ, കോതകുരിശ്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ മപ്പാട്ടുകര, മാരാങ്കരം ഭാഗങ്ങളെല്ലാം കാണാം. പിന്നെ ഈ മലയുടെ ആ സൈഡ് പോയി കഴിഞ്ഞാൽ പട്ടാമ്പി, ഷൊർണൂർ ഭാഗങ്ങളെല്ലാം കാണാൻ പറ്റും. സത്യത്തിൽ ഇങ്ങനൊരു
സംഭവം ഇവിടെ ഉള്ളത് മറ്റു നാട്ടിൽ നിന്ന് ഇതുപോലെ കാഴ്ചക്ക് വന്ന ജനങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ തന്നെ. അല്ല, ഇവിടെ ഉള്ളത് പട്ടാമ്പി, കുന്നംകുളം അങ്ങനെ ദൂരം ഭാഗത്ത് വന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെ ഒരു ദിവസം ബൈക്കുമ്പോൾ കുറേ ആളുകൾ വന്നപ്പോൾ ഞങ്ങളുടെ വീട് ഇവിടെ അടുത്ത് തന്നെ അവിടെ നിർത്തി അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉള്ളതായിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷം ഞങ്ങളിവിടെ വന്നു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു നമ്മൾ മറ്റൊരു സ്ഥലത്തേക്കിട്ട് വല്ല ടൂർ പോകുന്ന പോലത്തുള്ളൊരു പ്രത്യേകതയാണ് ഇവിടെ. നല്ലൊരു സ്ഥലമാണ്, നല്ല കാഴ്ചക്കും അതുപോലെ തന്നെ ഇങ്ങോട്ടുള്ള യാത്ര തന്നെ നല്ലൊരു ആസ്വദിക്കാൻ പറ്റുന്നൊരു നല്ലൊരു യാത്രയാണ്. കാരണം അത്രയും ഇടുങ്ങിയ ഒരു സ്ഥലത്ത് കൂടെ ഇത്രയും ഒരു കുന്നിലേക്ക് നമ്മൾ ബൈക്കും അല്ലെങ്കിൽ നടന്നിട്ടാണെങ്കിലും കയറി വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ നാടിന് ഇങ്ങനൊരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മറ്റ് നാട്ടുകാർ പറഞ്ഞിട്ട് അറിയേണ്ടി വന്നു. എന്നാലും അറിഞ്ഞ മുതൽക്ക് ഞങ്ങൾക്കും കൂടെ വരാനുള്ളൊരു ആഗ്രഹം വർദ്ധിച്ചു വരികയാണ്. അതെ, കൂടുതൽ ആളുകളിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ സംഭവമുണ്ട്, ഇവിടെ നിന്ന് വന്ന് കണ്ടു നോക്കി ഏറ്റവും മനോഹരമായ കാഴ്ച കാണാമെന്നൊക്കെ നമുക്ക് ഇപ്പം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ? മനോഹരമായ ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ കഴിയുക. പാടത്തിൻ്റെ ഏറ്റവും നല്ല വ്യൂ ആണ് നമുക്കവിടെ കാണാൻ കഴിയുക. അതുപോലെ തന്നെ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ അവിടെ ചളവറ ഭാഗങ്ങൾ, അതേപോലെ തന്നെ നല്ല മപ്പാട്ടുകര ഒരു വാട്ടർ ടാങ്ക് വരെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് മഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് മൂടിക്കഴിഞ്ഞു. എന്തായാലും വളരെ കാഴ്ചയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിനെ ഇതുപോലെ തന്നെ നമുക്ക് പരിപാലിക്കാൻ കഴിയണം. ഇവിടെ വരുന്ന ആളുകളും കൃത്യമായിട്ട് സാമൂഹിക അകലം പാലിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മാസ്ക് ധരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെന്നാണ് നേരത്തെ ആസീസ് ക നമ്മളോട് പറഞ്ഞത്. എന്തായാലും ആ കാഴ്ചയിലേക്ക് നമുക്കൊന്നുകൂടി പോകാം. പയ്യെ തലചായ്ച്ചു നിൽക്കും ചില്ലകൾ തൻ കീഴേ. നേരം വെളുത്താലും മാനം കറുത്താലും പാട്ടിന്റെ മടിയിൽ ചാഞ്ഞു ചരിഞ്ഞു വിരിപ്പുണ്ട്. തോണി തോണി ഞാനിവിടുണ്ടെന്ന് തോണി 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 വേഗം വായന്റെ തോണി 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 ഞാനിവിടുണ്ടെന്ന് തോണി തോണി തോണി. ഓളങ്ങളലതല്ലും തീരത്തിന്നെങ്ങോ തുഴഞ്ഞങ്ങു പോവാൻ കൊതിയേ. ആരെയോ കാത്തങ്ങ ദൂരത്തെ തീരത്തൊരു പെൺകോഴി നിൽക്കണുണ്ട്. കണ്ടില്ലിതുവരെ നേരം മേരുട്ടുന്ന നെഞ്ചകം പൊള്ളുന്നുണ്ട്. നെഞ്ചകം പൊള്ളുന്നുണ്ട്. തോണി ആളെ കൊണ്ട് വേഗം വായോ
വിത്ത് ബിയർഡ്മാൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വ്ളോഗുമായിട്ട് ഞാൻ തിരിച്ചു വരും. നമുക്ക് ഇത്ര നേരം ക്യാമറയും ഇടയ്ക്ക് നമുക്ക് ഓടിയാൻ തന്നത് ബദർ മുഹമ്മദാണ്. നമ്മൾ ഇന്നത്തെ ക്യാമറമാൻ ബദർ മുഹമ്മദാണ്. ഫസ്റ്റ് നമ്മൾ വരുന്ന യാത്രയിലേക്ക് ഓടിയ തന്നതും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓടിയ പറഞ്ഞതൊക്കെ ബദറുമാണ്. എന്തായാലും താങ്ക് യു ബദറു, താങ്ക് യു സോ മച്ച്. എന്തായാലും പൊന്മുഖം മലയുടെ ഭംഗി നമ്മൾ കണ്ടു ആസ്വദിച്ചു. ഇനി നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അടുത്ത വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വേഗം വരാം. ഓക്കെ.